ലാലേട്ടൻ ഒരുപാട് രാഷ്ട്രീയമായിട്ട് ഇതേപോലെ കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. പുള്ളി പറഞ്ഞു, എനിക്കത് അപ്പോൾ തന്നെ കണക്ട് ചെയ്തു. LJPയും മാജിക് റൺസും രണ്ടും വലിയ ഒരു ലെജൻഡ് ലെവലിൽ നിൽക്കുന്ന രണ്ട് മാർക്കറ്റിംഗ് ടീമുകളാണ്. ഒരു കൈതരുക എന്ന് പറയില്ലേ, അതിനുശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് വളരെ കൃത്യമായൊരു ചോദ്യമായിരുന്നു. ഒരു ഒഫീഷ്യൽ പ്രസ് മീറ്റ് മാത്രമല്ല, സിനിമ കണ്ടവരെല്ലാവരും നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. നല്ല റിവ്യൂസ് ആണ്, നല്ല സിനിമ അനുഭവമാണ് എല്ലാവരും സിനിമ കണ്ടിറങ്ങി എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ സാറിനെ ആദ്യം തന്നെ ഈ എൻറ്റയർ ടീമിന് ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ് നേരുകയാണ്. യു ഗൈസ് ഡിഡ് എ വണ്ടർഫുൾ ജോബ്. ആൻഡ് ആസ് വി ഓൾ നോ, മലയാളികൾ പ്രത്യേകിച്ച് ഡാൻസിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇനി എപ്പോ ഇതുപോലെ അല്ലെങ്കിൽ എനിബഡി ക്യാൻ ഡാൻസ് പോലെയുള്ള ഒരു സിനിമ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് മൂൺ വാക്ക് വന്നിട്ടുള്ളത്. വൺസ് അഗെയിൻ സർ, the entire team, a big congratulations. എനിക്ക് തോന്നുന്നു നമുക്ക് ടെക്നീഷ്യൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സുനിൽ സർ പ്ലീസ്. 80കളുടെ അവസാനത്തിൽ 90കളുടെ ആദ്യം കേരളത്തിലെ കൗമാരക്കാരായ ഒരു സംഘം നൃത്തത്തിൽ അഭിനിവേശം തോന്നിയ ഒരു സംഘത്തിന്റെ കഥയാണ്. അപ്പോൾ നൃത്തമാണ് ഇതിന്റെ പ്രധാന ചേരുവ, ഡാൻസാണ്, വെസ്റ്റേൺ ഡാൻസാണ് ഇതിന്റെ പ്രധാന ചേരുവ. ഡാൻസറുടെയും ജീവിതം, ഈ സിനിമയുടെ കഥാരൂപീകരണം വിനോദിന്റെ പേഴ്സണലായ കുറെ അനുഭവങ്ങളിൽ നിന്നാണെങ്കിലും അതിനുശേഷം നമ്മൾ കേരളത്തിൽ ഉടനീളം ഒരു പഠനം നടത്തുമ്പോൾ, ഒരു റിസർച്ച് നടത്തുമ്പോൾ ഇതേപോലെ ഈ 80കളിലെ 90കളിൽ ഈ ഡാൻസിന് പിന്നാലെ, ബ്രേക്ക് ഡാൻസിനും ഇതിന് പിന്നാലെ നടന്ന ഒരു പിടി ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു. നൂറുകണക്കിന് ലോക്കൽ ജാക്സൺമാരുടെ ജീവിതങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. 80s-ലും 90s-ലും മാത്രമുള്ള ബ്രേക്ക് ഡാൻസേഴ്സിന് അപ്പുറത്തേക്കുള്ള ഒരു ജനറേഷൻ ഉണ്ട്. അവർക്കും അവരുടെ, ഞാൻ ആ കൂട്ടത്തിൽ വളർന്ന ഒരു വ്യക്തി. അപ്പം ഇവർ പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെയും കഥകളുടെ ചർച്ചകളിലും ഞാനും ഭാഗമായിട്ടുണ്ട്. അപ്പം എനിക്കും മനസ്സിലാകുന്നത് ഞങ്ങളുടെ ജനറേഷനിലേക്ക് വരുമ്പോഴും ഇതിലുണ്ടാകുന്ന കോറായിട്ടുള്ള എക്സ്പീരിയൻസുകളെല്ലാം സെയിമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് തലമുറയുടെ അടുത്ത് എപ്പോൾ പറഞ്ഞാലും പറയപ്പെടേണ്ട കഥയാണെന്ന് ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഹായ്, ഗുഡ് ഈവനിങ്. ഇതുപോലെ ഒരു മെയ് മാസം ഭയങ്കര മഴ പെയ്യുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ കഥ ഡയറക്ടർ എന്നോട് പറയുന്നത്, കഴക്കൂട്ടത്ത് വെച്ചിട്ട്. ഇത് എന്താണ്, ഇത് കല എന്ന് പറയുന്ന ഒരു സാധനം, ആർട്ടിസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് എവറിതിങ്. അതായത് എന്താണ്, ജാതി, മത, വർണ്ണ, വർഗ, ഇതിനൊന്നിനും എന്താണ് ആർട്ടിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ആർട്ടിസ്റ്റ് എവറിതിങ്. അത് എന്താണ്, ആർക്കും അതിനെ തടഞ്ഞു വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് വിനോദേട്ടൻ ലാസ്റ്റ് ആ കഥ പറഞ്ഞു നിർത്തിയത്. പിന്നെ അതെനിക്കൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സെയിം എക്സ്പീരിയൻസ് എനിക്ക് തിയേറ്ററിൽ ഞാൻ സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ്, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഈ സിനിമ, എങ്കിലും ഞാൻ സൈഡിൽ നിന്ന് കാണുന്ന പ്രേക്ഷകരെ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ എഫക്റ്റ് എനിക്ക് എല്ലാവരുടെ ഫേസിൽ നിന്നും, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഫേസിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റി. അതാണ് എനിക്ക് പറയാനുള്ളത്. കൊറിയോഗ്രാഫി ചെയ്ത ശ്രീജിത്ത് സർ. താങ്ക് യു. ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. കാരണം ഇതൊരു 87-88 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്, ഈ ബ്രേക്ക് ഡാൻസായിട്ട് കാണുന്നത്. അങ്ങനെയാണ് എൻ്റെ തുടക്കം. അങ്ങനെയുള്ള ആ കാലഘട്ടം മുതൽ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ സാറിനോട് ഷെയർ ചെയ്യുകയും, അത് മാത്രമല്ല സാറ് വേറെ കുറേ അധികം ബ്രേക്ക് ഡാൻസേഴ്സിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള, സാറിൻ്റെയും എൻ്റെയും അടുത്ത സുഹൃത്തുക്കളായിട്ട് ഒത്തിരി പേരോട് സംസാരിച്ച് അവരുടെ വളരെ ഡീപ്പായിട്ടുള്ള കാഴ്ചപ്പാടുകളും അവരുടെ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്തത്. എങ്ങനെയായിരിക്കും ഇവരെ കൊണ്ടെത്തിക്കുക എന്നുള്ളതൊരു ടാസ്ക് പോലെ ആദ്യം തോന്നിയിരുന്നു. പക്ഷെ എല്ലാവരും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എല്ലാവരും, ഒത്തിരി നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും വളരെയധികം പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു സക്സസ് മൂവിയിലേക്ക് എത്താൻ പറ്റിയത്. അത് മാത്രമല്ല, സാറിന് വ്യക്തമായ ഇതിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എങ്ങനെ വേണം, എങ്ങനെ ഇരിക്കണം, അല്ല എന്താണ് ഇതിൻ്റെ ഔട്ടർ വരേണ്ടത് എന്ന് വ്യക്തമായ ധാരണ വിനോദ് സാറിനുണ്ടായിരുന്നു. അതിലേക്ക് എത്താനായിട്ട് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ
മാക്സിമം സമയവും റെഫറൻസുകളും എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും എല്ലാം ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്ക് കൂടുതൽ പറയാനൊന്നും വാക്കുകൾ കിട്ടുന്നില്ല. അത്തരം ഒരു മൊമെന്റാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഒരു ടീമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തതും. ആൻഡ് നമ്മുടെ പയ്യന്മാരാണെങ്കിലും എല്ലാവരും എന്താണെന്ന് എനിക്കിപ്പം പറയുന്ന പോലെ വാക്കുകൾ കിട്ടുന്നില്ല. അത് ഓക്കെ. Thank you so much, sir. As he said earlier, and you guys are just fantabulous. You guys did a wonderful job, and we'll start with Meenakshi. Meenakshi, please share എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ്? എനിക്ക് ഒരു സിനിമ സെറ്റിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും. നേരത്തെ ഇപ്പോൾ അൻസാർക്ക പറഞ്ഞതുപോലെ ഇവർ ഒരു 3-4 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പം ഇവർ ഓൾറെഡി ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. ഇവർ എല്ലാവരും തമ്മിലൊരു ബോണ്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ കുറച്ച് പേര് ചെല്ലുന്നത്. നമ്മൾ നമ്മുടെ ഗേൾസ് ടീം ചെല്ലുന്നത് അവരാണ് നമ്മളെ ശരിക്കും കംഫർട്ടബിൾ ആക്കിയത്. ഇപ്പം നമ്മൾ കണ്ടുപരിചയം, ഇപ്പം സ്ക്രീനിൽ പോലും കണ്ടുപരിചയമില്ലാത്ത മുഖങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇറ്റ് മൈറ്റ് മേക്ക് എസ് ചെറിയ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവർ വളരെയധികം നമ്മളെല്ലാവരെയും കംഫർട്ടബിൾ ആക്കി. മൂൺവാക്ക് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി അത് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓവർവെൽമിംഗ് ആണ്. അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ആൻഡ് ലൈക്ക് മീനാക്ഷി സെഡ്, ഞാനും join ചെയ്യുന്നത് when my journey started with the whole team is after the 3 months of their workshop, and the character introduced ആവുന്നത് is after 3 months of that. The acceptance into the team, even after them having that whole bond, including us into the team and not making us feel excluded was the best part about it. Even after everything, throughout the promotions and everything, korchakku disconnect ayalum, again connecting and getting back to the same bond and making us feel like a team is the best experience that I have had personally. So everything was perfect in the location. നല്ല ഫണ്ണായിരുന്നു. അതിലും ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരുന്നത് വാസ് ദിസ് ബോയ്സ് ഹാർഡ് വർക്ക്. ഇവരുടെ ഹാർഡ് വർക്കാണ് ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടത്. ഓരോ പ്രാവശ്യവും ഡാൻസ് ചെയ്ത് സ്റ്റേജിൽ മൊത്തം ടയേർഡായി, ബട്ട് അഗെയിൻ ആ എനർജിയിൽ, സെയിം എനർജിയിൽ, സെയിം വൈബിൽ അവരത് പ്രസൻറ്റ് ചെയ്യാന്ന് പറയുന്നത് ഓരോ ടേക്ക്സ്. ഇപ്പോൾ ഒരാൾ തെറ്റിച്ചാൽ അടുത്ത ആൾ എല്ലാവരും ഒരുമിച്ച് കളിക്കണമല്ലോ. അപ്പം അത് ഐ എം റിയലി അപ്രീഷിയേറ്റ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം. കാരണം അവർ ഒത്തിരി കഷ്ടപ്പെട്ടു. നോട്ട് ഓൺലി ദം, ഓൾ ദി ടെക്നീഷ്യൻസ്, ആർട്ട്, എവറി വൺ. ഓരോ പ്രാവശ്യം റീസെറ്റ് ചെയ്യുക, ഒരു ടേക്ക് എടുത്തിട്ട് പിന്നെ റീസെറ്റ് ചെയ്യുക, അതൊക്കെ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ആസ് എ ഫിലിം. സോ ഐ റിയലി അപ്രീഷിയേറ്റ് അവർ ടീം ഫോർ ദി ഹാർഡ് വർക്ക് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട്. ആദ്യം ഞാൻ ഇവരൊക്കെ കുറച്ചുപേരെ മീറ്റ് ചെയ്യുന്നത് ഓഡിഷനിൽ വെച്ചാണ്. പ്രേമനെ എനിക്ക് പേഴ്സണലി അറിയാം. ബാക്കി എല്ലാവരെയും ഞാൻ ഓഡിഷനിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഇത് എനിക്ക് പറയാനുള്ളത്, ഇതൊരു എല്ലാ ഡാൻസസിനും ഉള്ളൊരു ട്രിബ്യൂട്ടാണ് മൂൺവാക്ക് എന്ന് പറയാം. കാരണം ബോളിവുഡിൽ നമ്മളിപ്പം ABCD, സ്റ്റെപ്പ് അപ്പ് ഇതൊക്കെ കണ്ടാണ് നമ്മൾ വന്നത്. ഇപ്പം മലയാളത്തിൽ അങ്ങനെ ഒരു പടം വന്നിട്ടില്ല. അപ്പം ഇത് നമുക്കൊരു ഡാൻസ് മൂവി, ആസ് എ ഡാൻസർ ആയതുകൊണ്ട് എനിക്കത് ചെയ്യാനും കുറച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നുവെച്ചാൽ മാഷിൻ്റെ ഹെൽപ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ വിനോദ് സാറിൻ്റെ ഹെൽപ്പ് നിസ്സാരമല്ല. ഒരു ഡയറക്ടർ, ഒരു ആക്ടർ, അങ്ങനത്തെ ഒരു ബന്ധമല്ല നമ്മുടെ മേലുള്ളത്. സാർ അത്ര ഫ്രീ ആക്കിയത് കൊണ്ട് നമുക്ക് എല്ലാ ക്രൂ മെമ്പേഴ്സിനും നന്നായിട്ട് ചെയ്യാൻ പറ്റി. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓഡിഷന് സെലക്ട് ആയി. കുറേ 3 മാസത്തെ ട്രെയിനിങ്ങും അതിൻ്റെ കഷ്ടപ്പാടും, അപ്പോൾ ഒരുമിച്ചൊക്കെ തന്നെയായിരുന്നു സ്റ്റേ ഒക്കെ. അപ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്ത് ഞങ്ങളെല്ലാവരും നല്ലൊരു ബോണ്ട് ഉണ്ടാക്കി. പിന്നെ ഇതിൽ ലാംഗ്വേജ് ആയാലും നമ്മൾ തിരുവനന്തപുരം ഭാഷ പഠിക്കണം. ഞാൻ കോഴിക്കോടാണ്. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. അപ്പം നമ്മളെ സുനിയണ്ണനാണ് നമുക്ക് അതിൻ്റെ ട്രെയിനിങ് ഒക്കെ തന്നത്. അപ്പം അതിൻ്റെ ട്രെയിനിങ്ങും പിന്നെ കൂട്ടത്തിൽ ഡാൻസും അങ്ങനെ നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് എല്ലാം അത് തിയേറ്ററിൽ കാണാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസ് ഇവരുടെ കൂടെ ഞാനും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഓഡീഷന്റെ സമയത്ത് ഡാൻസ് കളിപ്പിച്ചിട്ട് ആണോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓഡീഷൻ സമയത്ത് ഡാൻസ് കളിച്ചിട്ടല്ലായിരുന്നു, വേറെ ഒരു ക്യാരക്ടർ വന്നിട്ടായിരുന്നു. സാറ് ഫ്രണ്ടിലുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് പേരുള്ളായിരുന്നു. സാറുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് സാറ് കഴിഞ്ഞിട്ട് പോയി സെലക്ട് ആയി പറഞ്ഞു. പിന്നെ സെക്കൻഡ് ഓഡിഷൻ വന്നപ്പോൾ ഡാൻസ് അറിയാമെന്നുള്ളത് കളിച്ചു.
പ്രാക്ടീസിനൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ക്യാരക്ടർ വന്നപ്പോൾ ഡാൻസ് ഇല്ല. രക്ഷപ്പെട്ടു. ഇല്ലല്ല, അപ്പൊ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. താല്പര്യം ഉണ്ടായിരുന്നു, തരാത്തത് കൊണ്ടാണ് അല്ലേ? വേറെ തന്നെ റോളാണ് എന്റെ കൂടുതൽ ഇഷ്ടം. ഡാൻസ് ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, അങ്ങനെ കളിച്ചിട്ടില്ല. കുറച്ചൊക്കെ അറിയാം. ഓക്കെ, വെച്ചിട്ടൊക്കെ ഇങ്ങനെ. Alright, thank you so much. Thank you. And ഞാൻ ഓഡീഷൻ വഴി തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ എന്നെ ഓഡീഷൻ വഴി ആക്ടിങ് എന്ന പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചത് എൻ്റെ ലാംഗ്വേജ് ട്രെയിൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ലാംഗ്വേജ് ട്രെയിനിങ് അങ്ങനെ തന്നപ്പോൾ തന്നെ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു തിയേറ്റർ എന്ന രീതിയിൽ തന്നെ ഞാനത് അപ്ലൈ ചെയ്തത്. പക്ഷെ ഒരുപോലെ ആ ലാംഗ്വേജ് വരലും എന്നൊരു, ഇപ്പം നമുക്കറിയാം ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റിന്റെ പ്രോസസ്സിനകത്ത് ഒരു ട്രിവാൻഡ്രം സ്ലാങ് അങ്ങനെ എഴുതിയിരിക്കും. പക്ഷെ നമുക്കത് പഠിച്ച് പറയുമ്പം ഒരു ഭയങ്കര ഡ്രമാറ്റിക് പോലെ തോന്നും. പക്ഷെ ഇത് അങ്ങനെ അല്ലാതെ നമ്മൾ വന്നപ്പോൾ തന്നെ ഞാൻ എന്താ ചെറുക്കടി എൻ്റെ പേരെന്താ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ തന്നെ ഒരു പ്രാക്ടീസ് ആയിരുന്നു നമ്മൾ അവിടെ. അത് ഡാൻസ് ആയാലും അങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ പ്രോസസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത്ര ഒരു ബഡ്ജറ്റ് ഒരു പടം ചെയ്യുന്ന സമയത്ത് നോ കോമേഴ്സിന് ഒരു ഡയറക്ടർ എങ്ങനെ എടുത്തെന്നും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അരുൺ. I've realized I'm a little nervous when I speak in Malayalam, so I'll speak in English. Totally fine. So ഞാൻ ഓഡിഷൻ വഴിയല്ല വന്നത്. ആക്ച്വലി ഇവരാണ്. Are you really nervous? I think he's too nervous. Sorry. So I'm going to start again. So I didn't come through. You can speak in Malayalam here. No worries. നമുക്ക് ഒരു കുഴപ്പമില്ല. മലയാളം എങ്ങനെ പറഞ്ഞാലും. So don't mind if I keep switching. Yeah, it's completely fine. Yeah. So ഞാൻ actually ഓഡിഷൻ വഴിയല്ല വന്നത്. These guys worked a lot harder because like they were filtered out of 3,000 applications and they filtered out like 8 people. And then when the training came on board, I was just got on board to make sure their schedule happens, and I was just taking care of their schedule, making sure they go from acting to dance classes on time and not just partying around basically. Right. So എക്സ്പീരിയൻസ് എനിക്കും ഞാനും ഓഡിഷൻ വഴി തന്നെയാണ് വന്നത്. ഞാൻ ഓഡിഷൻ വന്ന സെയിം ഡേ മനോജും ഒക്കെ ഓഡിഷൻ അന്ന് തന്നെയാണ് ഞാൻ അവരെയൊക്കെ കാണുന്നത്. എന്താ പറയാ, ഭയങ്കര ഓഡിഷൻ തന്നെ ഭയങ്കര രസമായിരുന്നു. പക്ഷെ രാവിലെ തൊട്ട് കുറേ ഉണ്ടായിരുന്നു ഓഡിഷൻ. നമുക്കിങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്യിപ്പിച്ചു, എന്നിട്ട് ഡാൻസ് കളിപ്പിച്ചു. അപ്പൊ ഡാൻസ് മാത്രമല്ല, കുറെ ആക്ടിങ് ഫോക്കസ്ഡ് ആയിട്ട് കുറെ സാധനങ്ങളാണ് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ഡാൻസും ചെയ്യാൻ അറിയോ ചോദിച്ചു. അപ്പൊ നമ്മളിങ്ങനെ കളിച്ച് കാണിച്ചു, അങ്ങനെയായിരുന്നു. ആ സമയത്ത് അറിയില്ലായിരുന്നു എങ്ങനെയാണ് പടം എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ സെലക്ട് ആയതിനു ശേഷം നമുക്കിങ്ങനെ 3 മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ആക്ടിങ്ങും പിന്നെ ഡാൻസ് പിന്നെ ലാംഗ്വേജ് ട്രെയിനിങ് അതൊക്കെ തന്നെ ആയിരുന്നു നമ്മളായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ എല്ലാവരും ഭയങ്കര ബോണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഷൂട്ടിലേക്ക് തന്നെ കിടക്കുന്നത്. വിനോദ് സാറും പിന്നെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വിനോദ് സാറിനെ കണ്ട സമയത്ത്. പക്ഷെ പിന്നെ സാറ് ഭയങ്കര കാണുന്നവരെല്ലാം മനസ്സിലായി. സാറ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് സാറ് നമ്മളിങ്ങനെ ഭയങ്കര ഇതായിട്ടാണ് നമ്മളെയൊക്കെ ചെയ്യിപ്പിച്ചതും എല്ലാം. അപ്പം അങ്ങനെയായിരുന്നു, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും ഓഡീഷൻ വഴിയാണ് വരുന്നത്. പിന്നെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഡേ മാത്രമേ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് നിന്നിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ എല്ലാം ഈ പറയുന്ന പോലെ ഒരേ പായലുണ്ട്, ഒരേ പ്ലേറ്റിലുണ്ട്, ഒരേ പായൽ കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു നമ്മൾ. ഡയറക്ഷൻ ടീമിൽ നിന്നും നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായാലും നല്ല സപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊറിയോഗ്രാഫർ, ഞാൻ ബേസിക്കലി ഡാൻസറാണ്. അപ്പോൾ പിന്നെ 80s കാലഘട്ടം ഡാൻസ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടായിരുന്നു. അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവരെല്ലാവരും, നമ്മുടെ കൊറിയോഗ്രാഫർ. അങ്ങനെ പിന്നെ എന്താ പറയാ. ഹലോ സിബി. ഹായ് ഹായ് ഹായ്. എന്നാ ഉണ്ട്? സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എന്താ അഭിപ്രായം പറഞ്ഞു? നന്നായിന്ന് പറഞ്ഞു. നാട്ടിലെ താരെന്നൊക്കെ പറയുന്ന പോലെ. സിബി, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇത് എന്നെ നേരിട്ട് വിളിക്കുകയായിരുന്നു സാർ. ഞാനിങ്ങനെ ഷോ ചെയ്യുന്നതാണ്, സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന ഒരു. അപ്പോൾ അങ്ങനെ കണ്ട് വിളിച്ചതാണ്. അപ്പോൾ നേരിട്ടായിരുന്നു എൻ്റെ സുനിൽ സാറും ആരുടെ പേരാ അറിയേണ്ടത്? സാറും സിബി സിബി വിനോദ് സോറി, ബ്ലാക്ക് ആയി പോയി. ഒരു കുഴപ്പമില്ല, ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ. ഡയറക്ടർ അല്ലേ, പേര് മറക്കാം, കുഴപ്പമില്ല.
അപ്പോൾ അവർ നേരിട്ട് വിളിച്ച് എന്നെ ഓഡിഷൻ ചെയ്യിപ്പിച്ചാണ് കയറിയത്. ജോമിത്തേട്ടനാണ് വന്ന് വീട്ടിൽ. വിഷ്ണു എന്നാണ്, വിഷ്ണു ഗ്രൂപ്പിൽ നിന്നാണ്. എൻ്റെ ഇതിലെ ക്യാരക്ടറിന്റെ പേര് ജോണി എന്നാണ്, പക്ഷെ അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഈ ജോണി എന്നുള്ള പേര്. അല്ല, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവരുടെ ഇടയിലാണ് ജോണി എന്നുള്ള പേര്. അപ്പൊ എനിക്ക് സ്റ്റേജിൽ കയറിയപ്പോൾ ലുലു മോളിൽ സ്റ്റേജിൽ കയറിയപ്പോൾ എൻ്റെ കൺഫ്യൂഷൻ ആയിരുന്നു, എൻ്റെ പേര് ജോണി എന്നാണോ ബോണി എന്നാണോ, ആ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഇവരുടെ ഇടയിൽ ഒരുപാട് സംസാരം വരുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ. കാരണം ഇവര് രണ്ട് കഥാപാത്രങ്ങളുടെ സ്റ്റോറിയാണ്, മൂൺ വാക്ക് ആൻഡ് സൂം ബോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്പോസിറ്റ് വരുന്ന ക്യാരക്ടേഴ്സാണ് ഞങ്ങളുടെ. അപ്പോൾ ഇതില് ഇവര് അസൂയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ കൂട്ടത്തിൻ്റെ കൂടെ ഉണ്ട് ഉറങ്ങിയ ആളല്ല ഞാൻ. എൻ്റെ കൂടെ ഉണ്ട് ഉറങ്ങിയ ആൾക്കാരെല്ലാവരും പല വഴിയിലാണ്. ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക്, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഇത്രയും വലിയ സ്കെയിലിൽ കുറച്ച് ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ഗട്ട്സ്, അതിനെനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. സോ അത് ആസ് എ ന്യൂ കമർ ആക്ടേഴ്സ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്, ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. സോ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഞാൻ ഇപ്പോഴും തിയേറ്ററിലാണ്, ഇപ്പോഴും ഞാൻ സിനിമയില്ല, എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും എന്നെ പുറത്തു വന്നിട്ടില്ല. സോ ഒരുപാട് എക്സൈറ്റഡ് ആണ്, എല്ലാവരും കാണണം. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയമാണ്, പിന്നെ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം താങ്കളാണെങ്കിൽ അതൊന്ന് എനാക്ട് ചെയ്യണം എന്ന് കൂടി ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്. പണ്ടത്തെ കാലത്തില് ഒരു അനൗൺസ്മെന്റ് അല്ലേ, ഒരു നല്ല അടിപൊളി സൗണ്ട് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. വിനോദ് സാറാണോ? അത് വിനോദ് സാറാണ്. എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. വിനോദ് സാർ, നമുക്ക് വേണ്ടി പ്ലീസ് 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 യെസ് കം ഓൺ കം ഓൺ സർ കം ഓൺ കം ഓൺ കം ഓൺ. ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും വിനോദ് സാറിനെ കൂടെ പറ്റും, അത് നമുക്കറിയാം. I can see mushrooms. I can see your head. I can see poisoned home. ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് യു ക്യാൻ സേ ആൻസേഴ്സ്. ബേസിക്കലി ഈ സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും കുറച്ച് വർഷങ്ങളായി, കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇറങ്ങുന്നത്. അപ്പം ടെക്നോളജി മാറുന്നു, കാലഘട്ടത്തിന്റെ ആളുകളുടെ ടേസ്റ്റ് മാറുന്നു. ഇപ്പൊ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ എങ്ങനെ ആളുകൾ സ്വീകരിക്കുമോ എന്ന് പേടിയുണ്ടായിരുന്നോ? ഇല്ലില്ല, നമ്മൾ സിനിമ ചെയ്യുമ്പം അങ്ങനെ സമയം മാറുമെന്നോ അല്ലെങ്കിൽ സമയം കഴിയുമെന്നോ ആലോചിച്ചിട്ട് തുടങ്ങിയൊരു പ്രോജക്റ്റ് അല്ല. പക്ഷെ ഞങ്ങൾക്കൊരു എന്തോ ഭാഗ്യവശാൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു കാലാതീതമായ കഥയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊമൈസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ആയതുകൊണ്ട് അത് ഇന്നായാലും നാളെ ആയാലും ഇറങ്ങിയാൽ വർക്ക് ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നത്. LJP മാജിക് റൺസും രണ്ടും വലിയ ഒരു ലെജൻഡ് ലെവലിൽ നിൽക്കുന്ന രണ്ട് മാർക്കറ്റിംഗ് ടീമുകൾ. അവർ ഇതിനകത്ത് പിച്ച് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? അവരുടെ സിനിമ കണ്ടപ്പോൾ എന്തായാലും അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? LJP ഈ പടം ആദ്യം കാണുകയും പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുക എന്നിട്ടാണ് ഞാൻ ഈ പടം, അതായത് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ, അതിൻ്റെ ആ ഒരു ഇനീഷ്യൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് പുള്ളി, പ്രശാന്ത് പിള്ളയാണ് അതിന് മ്യൂസിക് ചെയ്തത്. അപ്പോഴത്തേക്ക് പുള്ളിയും പ്രശാന്തുമായിട്ട് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശാന്തിനോട് പടത്തെക്കുറിച്ച് പുള്ളി മനസ്സിലാക്കിയിട്ട് പുള്ളി ഒരു ദിവസം നമുക്ക് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ കാണുകയായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് ആ സമയത്ത് ഞങ്ങൾ ചില ഈ പ്രൊഡക്ഷൻ റിലേറ്റഡ് ചില ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഡിലേ ഒക്കെ സംഭവിച്ചിരിക്കുന്ന സമയമായിരുന്നു. പുള്ളി കണ്ടു കഴിഞ്ഞിട്ടാണ് നമുക്കിതിന് നമ്മളിപ്പോൾ ഇന്ന് ഇത് പ്രസന്റ് ചെയ്ത രീതിയിലേക്ക്, ആ ഡെപ്തിലേക്ക് ഈ ഫിലിമിനെ നമുക്ക് എലവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയത്. കാര്യം ഞങ്ങളൊരു ചെറിയ ക്യാൻവാസിൽ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയെ അങ്ങനെയല്ല ഇത് പ്രസന്റ് ചെയ്യേണ്ടത്. ഇതിനൊരു അങ്ങനെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ തന്നെ കാണുകയും അങ്ങനെ ഒരു അപ്രോച്ച് മൊത്തത്തിൽ അതിൻ്റെ എല്ലാ തലങ്ങൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും അതിനങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട സിനിമയാണെന്നും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സിനിമയാണെന്നും ഒക്കെ പുള്ളി പറഞ്ഞിട്ടാണ്, പുള്ളിയാണോ അതിന് അങ്ങനത്തെ നമുക്കൊരു കൈതരുക എന്ന് പറയില്ലേ, അതിനുശേഷമാണ് അതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ലിജോയുടെ ഇനിഷ്യേറ്റീവിലാണ് ഈ പടം കാണുകയും അങ്ങനെ ഈ രണ്ടുപേരും ചേർന്ന് ഇത് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അല്ലെ, ഇവർ രണ്ടുപേരും വന്നു എന്നുള്ളത് സിനിമയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് തന്നെയാണ്. ഇവർക്ക് ഡാൻസ് കളിക്കണമെന്ന് തോന്നുന്ന കുറെ മൊമെന്റ്സ് ഉണ്ടാക്കിയ വലിയ പാട്ടുകളൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നത്. ഇപ്പം ഇവര് ആ ഒരു മോഡിലേക്ക്, അതായത് ഒരാത്
21st നിന്ന് 80s മാറ്റം ഉണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണ്. എത്രത്തോളം ടഫായിരുന്നു അത്? കാരണം അത് അത്ര ഗംഭീര ടഫ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് കുറച്ച് ഈ ഇവരുടെ ഇന്നത്തെ നൃത്തരൂപത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കൾച്ചറിൽ ഉള്ള ഡാൻസ് പെർഫോമൻസിനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കുറെ അധികം ഗ്രൂവ് ഉണ്ട്. അത്രയും ഗ്രൂവ് പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് ചെറിയ കുറെ ടെക്നിക്സുകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പ്രോജക്റ്റിൽ വരുന്നത്, ഈ ഡാൻസ് സ്റ്റൈലിൽ വരുന്നത്. ഫീൽ ചെയ്യാത്ത രീതിയിൽ ഇതിനെ കൊണ്ടുപോകണമെന്ന് ഒരു ആശയം എനിക്ക് തോന്നിയത് തുടക്കകാലത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതലേ തന്നെ അതിനെ ഒരു വ്യത്യസ്ത രീതിയിലൊരു ട്രീറ്റ്മെന്റ് ഇവരുടെ മൂവ്മെന്റ് ബേസിലും ടെക്നിക്കലിയും എല്ലാം ചെയ്ത് ഇവരെ ആ ഒരു കൾച്ചറിലേക്ക് മാറ്റിയെടുക്കുക ചെയ്തത്. അപ്പൊ അത്രയും ബൗൺസിങ്ങിന് തന്നെ കുറെ വ്യത്യാസം വരുത്തി. മൂവ്മെന്റിനും കുറെ ക്ലാരിറ്റികളും പുതിയ കുറെ രീതികളും ക്രിയേറ്റീവ് ആയാലും ടെക്നിക്സിലായാലും ഉള്ള കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. അതിന്റെ ഒരു ടഫ് ഇവർക്ക് ഉണ്ടായിരുന്നു. കാരണം അറിയാതെ ഒന്ന് ചാടിപ്പോകും. അപ്പോൾ അതിനെ പിടിച്ചു നിർത്തി അത് വേണ്ട, ഇവിടെ വരെ മതി, അങ്ങനെ ലിമിറ്റ് ചെയ്തുകൊണ്ടൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട്. പിന്നെ ഇത്തരം മൈന്യൂട്ട് റെഫറൻസസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റെഫറൻസസ് കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ പറയാം. അത് വളരെ ഒരു ഭയങ്കര ചോദ്യമാണ്. ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുന്നൊരു സംഗതി കൂടിയാണ്. കാരണം പറയാം, ആ സീൻ പോലീസ് സ്റ്റേഷനിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ സംഭവിക്കുന്ന സംഭവമാണ്. അത് ആ പുള്ളി അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, എൻ്റെ മനസ്സിൽ ലാസ്റ്റ് മിനിറ്റാണ് ഐഡിയ. എനിക്കിപ്പോഴും ഓർമ്മയില്ല, സുല്ല് പറഞ്ഞതാണോ മാത്യു പറഞ്ഞതാണോ അതോ അവിടെ ആർട്ടിലുണ്ടായിരുന്ന ആരെങ്കിലും പറഞ്ഞതാണോ എന്ന് പോലും എനിക്കിപ്പോഴും ഓർമ്മയില്ല. അതോ ആരോ ഒരാൾ എന്നോട് പറഞ്ഞതാണ്. എൻ്റെ മനസ്സിൽ ഇത് അത്തരം ഡീറ്റെയിലിംഗ് നമ്മൾ ആ പടത്തിൽ പലയിടത്തും വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സംഗതി ഇപ്പം താങ്കൾ ചോദിച്ചത് ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്നു. ആരാണെന്ന് എനിക്ക് ഇതുവരെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു അന്നത്തെ ഒരു പാൻഡമോണിയത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ എന്നോട് അത് പറഞ്ഞു, നീ ഈ സംഗതി കൂടെ അത് ചെയ്താൽ അതാണ് എൻ്റെ അത് അങ്ങനത്തെ കാര്യം. HMD വാച്ച് അതുപോലത്തെ വാച്ചുള്ള സ്ഥലം അത് പുള്ളി പറഞ്ഞു. എനിക്കത് അപ്പം തന്നെ കണക്ട് ചെയ്തു. നമ്മളത് ചെയ്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായൊരു ചോദ്യമായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള വേടൻ ഒരുപാട് രാഷ്ട്രീയമായിട്ട് ഇതേപോലെ കാര്യങ്ങൾ പറയാറുണ്ട്. പാട്ടിലൂടെ കലാപരമായിട്ട് രാഷ്ട്രീയത്തെ പ്രസന്റ് ചെയ്യാറുണ്ട്. ഇതേപോലെ ഇപ്പൊ ലാസ്റ്റിലേക്ക് നേരത്തെ ആങ്കർ എടുത്ത് പറഞ്ഞ ലാസ്റ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആർട്ടിസ്റ്റും ഭയങ്കര കാര്യമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോർഷനാണ്. തഴയപ്പെടുന്ന ഏതൊരു ആർട്ടിസ്റ്റും ഏത് മേഖലയിലായാലും അവൻ്റെ ഒരു അൺലീഷിംഗ് ആണ് ആ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു പെർഫോമൻസും ഈ ഇത്തരം രാഷ്ട്രീയം പറയണം എന്നുള്ളൊരു തോട്ട് എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ ഓക്കെ അതിനകത്ത് രാഷ്ട്രീയം കൃത്യമായിട്ട് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതല്ല, പക്ഷെ അതിനപ്പുറം ഒരു ടീം സ്പിരിറ്റ്, അതായത് നമ്മൾ അറിഞ്ഞിരുന്ന നമ്മൾ അനുഭവിച്ചിരുന്ന കൂട്ടുകാരുടെ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതായത് ഇത്തരം ഇപ്പോൾ സ്പോർട്സിലായാലും ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ആർട്ട് ഇതുപോലത്തെ പെർഫോമിങ് ആർട്സിൽ സ്റ്റേജിൽ കയറി അത് മിന്നുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതൊരു സ്പാർക്ക് ഇങ്ങനെ ഉണ്ടാകുന്നൊരു സംഭവമാണ്. അപ്പം അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അത് ഈ ആർക്കും ഒരിക്കലും അതിന് ശരിക്ക് അതിപ്പോൾ ഏതൊരു മേഖലയിലായാലും ഒരാളൊരു കാര്യം കൃത്യമായിട്ട് തീരുമാനിച്ച് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ചില കാര്യങ്ങൾ അത് ചിലർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതൊരു ടോട്ടൽ ഡെഡിക്കേഷൻ എന്നുണ്ടാകുന്നൊരു സംഗതിയാണ്. അപ്പൊ അത് പറയണമെന്നായിരുന്നു നമ്മൾക്ക് ഫോർമോസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി അതിലൂടെ വന്നിരിക്കുന്ന മറ്റ് എലമെന്റ്സിന്റെ ഭാഗമാണ് ഈ രാഷ്ട്രീയവും. അതിലുപരി ഈ സൗഹൃദത്തിന്റെ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി എന്ന് പറയുന്നത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ വർണ്ണങ്ങൾക്കൊക്കെ എല്ലാം അതീതമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേറ്റീവ് തിങ്കിങ്ങിൽ ആരെയും അതിനകത്തൊരു കൃത്യമായ സൗഹൃദത്തിന്, അതായത് ഒരാളെ എങ്ങനെ ഈ നമ്മളൊരു ടീമിലേക്ക് വരികയും കഴിവുള്ളവന് അത് പ്രകടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായ ഒരു സംഗതി. LJP എപ്പോഴും രാഷ്ട്രീയം, എല്ലാ സിനിമകളിലും രാഷ്ട്രീയം പറയാറുണ്ട്. അപ്പോൾ ഈ സിനിമ ഒരു ഡാൻസ് എന്നതിലുപരി അതിലൊരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ പോലീസുകാർ കാണിക്കുന്ന നെറികേടിന്റെ കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു അത്. അപ്പൊ അത് നല്ല രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുന്ന ആ ഡയലോഗ്, അതൊക്കെ നമ്മളെ ഒരുപാട് കയ്യടിപ്പിക്കുന്നതാണ്. അപ്പൊ ആ ഡയലോഗുകളായാലും അതെങ്ങനെയാണ് ഈ രാഷ്ട്രീയവും അതുപോലെ തന്നെ ആ ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി കാണേണ്ട ഒരു മൂവിയിൽ ഇത് ഡാൻസ് എന്നതിലപ്പുറം ഒരുപാട് വിശാലമായിട്ടുള്ള
അർത്ഥങ്ങൾ ഈ മൂവിക്കില്ല. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ ആ ഒരു പെർഫോമൻസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ആ ഒരു കാസ്റ്റ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ചില കാര്യങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ട്. ഇപ്പം പോലീസ് സ്റ്റേഷന്റെ കാര്യം പറഞ്ഞത് അനുഭവങ്ങളിൽ നിന്നാണ്. ഇപ്പം ഈ കഥയിൽ ഇത്തരം കാര്യങ്ങൾ കൂട്ടിയിണക്കി ഇത് എഴുതണമെന്ന് അല്ലെങ്കിൽ ഇത്തരം സംഗതികളൊക്കെ സ്പോണ്ടേനിയസ്ലി ഇപ്പൊ സുനിലും മാത്യുവും കൂടെ എഴുതി ചേർക്കുമ്പോൾ അതൊക്കെ ഓട്ടോ മോഡിൽ ഞാനത് ബൈ ചെയ്യാണ്. അപ്പൊ എനിക്കത് അറിയാം. ഇവരുടെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായി പ്രവർത്തിച്ചവരുടെയൊക്കെ എക്സ്പീരിയൻസുകൾ നമ്മൾ ഇംബൈബ് ചെയ്യണം സ്റ്റോറിയിലേക്ക്. അത് ഒരാളൊരു കാര്യം പറയുന്നു, ഇതെനിക്ക് അനുഭവമുള്ളതാണ് എന്ന് പറയുമ്പോൾ അതോടെ എഴുതി വരികയാണ്. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചാണ്. ഈ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ ഈ നമ്മളൊരു കഥ പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചാൽ അതെപ്പോഴും ഒരു കെട്ടിയേപ്പിച്ചതുപോലെ ഇരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷെ സത്യസന്ധമായ ഒരു കഥ പറഞ്ഞാൽ അതിൻ്റെ കൂടപ്പുറപ്പാണ് രാഷ്ട്രീയം അതുണ്ടാവും. ഷാജി എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരുന്നു. ഷാജി എവിടുന്ന് വരുന്നു ഇങ്ങനൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഷാജിയെ ഞങ്ങൾ പല സ്ഥലത്തും പ്ലേസ് ചെയ്തിട്ടുണ്ട്. വിനോദ് പറയാണ് അതൊരു എന്താണ് എരുമയൊക്കെ വളർത്തി നടക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം എരുമ വളർത്തുകാർ പിന്നെ അങ്ങനെ നടക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ലൈഫിലൊക്കെ ഉണ്ട്. അപ്പൊ ആ കഥാപാത്രത്തിനകത്തൂടെ നമ്മളിങ്ങനെ ജേർണി ചെയ്ത് വരുമ്പോൾ ഈ കഥയ്ക്കകത്ത് അവരുടെ ലൈഫിൽ കൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ചില പ്രത്യേക മുഹൂർത്തത്തിൽ ആ കഥാപാത്രം അത് പറയും, അത് സത്യമാണ്. അവിടെയാണ് അതിന്റെ രാഷ്ട്രീയം. അത് രാഷ്ട്രീയം പറയിപ്പിക്കാൻ വേണ്ടി കഥാപാത്രത്തെ കൊണ്ടുവന്ന് വെച്ചാൽ പുള്ളി ബോറായിരിക്കും. തമ്മിലുള്ള ഒരു ഇതാണ് അവര് തമ്മിലുണ്ടാകുന്ന പിന്നെ ഒരു ചെറിയൊരു അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ആ ടൈറ്റിൽ തന്നെ വേണമെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് പോലെ ABCD പോലെ ഒരു സീരീസ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആളുകളുടെ റെസ്പോൺസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനൊരു കണ്ടിന്യൂഷൻ വേണമെന്ന് എപ്പോഴും തോന്നി. അത് പലരും പറയുന്നുണ്ട്. ഞങ്ങള് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴും ഒരുപാട് പേര് അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതൊക്കെ അതിന്റെ ഒരു രീതിയിൽ സംഭവിക്കട്ടെ. നമ്മള് ഉടൻപണം സമയത്തല്ല, അതിന് മുന്നെയാണ്. ഞാൻ എൻ്റെ സീക്വൻസ് ഷൂട്ട് ചെയ്തത് ആദ്യം സാർ പറഞ്ഞതുപോലെ ആദ്യത്തെ സമയത്താണ്. 2019 എൻ്റെ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത്. എന്നെ ഇതിലെ ചീഫ് ഉണ്ണിച്ചേട്ടനാണ് വിളിക്കുന്നത്. ഓഡിഷൻ ഒന്നും ഉണ്ടായില്ല. ഇതുപോലൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തതാണ്. When it comes to the age of the film doesn't have an age. അപ്പോൾ നമ്മൾ ഏത് കാലഘട്ടത്തിൽ ഒരു ഫിലിം ഇറങ്ങിയാലും we accept it. ഇപ്പോൾ പഴയ കാലഘട്ടം കാണിക്കുന്ന ഫിലിം ഇപ്പോൾ ഇറങ്ങിയാലും we all accept it with open hands. So likewise, this is a period that shows the old dance and it's gonna be releasing now. So everyone have to accept it and enjoy the movie and support our whole team. തുടക്കം മുതൽ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ എൻറ്റയർ ടീം ഇരിക്കുന്നത്. ആൻഡ് കീപ് സപ്പോർട്ടിങ് us and do watch the movie and a big congratulations once again. Keep rocking.